അതായത് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഈ അഭിഷേകം, നിങ്ങൾക്ക് മാത്രമല്ല ഈ ശുശ്രൂഷ, നിങ്ങളുടെ മക്കളും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ മക്കൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ട് സമയം ചെലവഴിക്കണം, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണം. അപ്പന്മാരാണെങ്കിൽ മക്കളെ കോപിക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്, അതായത് അവരെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നത്. അവരോടൊപ്പം കളിച്ച് അവരുടെ നല്ല സ്നേഹിതരായിട്ട് നിങ്ങൾ മാറണം. അവർക്കൊരു വിഷയം വന്നാൽ ഓടി വന്ന് മറ്റാരോട് പറയുന്നതിനെക്കാട്ടിലും നിങ്ങളോട് പറയുന്ന തക്കത്തിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കണം മക്കളുമായിട്ട്. അതാ. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 3:5 ഇങ്ങനൊരു കാര്യമുണ്ട്. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിഷ്യനും അരുത്. അവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താ? സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ. ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ ഭരണകർത്താക്കളാണ് ഈ ഭരിക്കുന്നത്. വേറൊരു വാക്കി പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെ സ്വന്തം കുടുംബത്തെ നോക്കാൻ കഴിവില്ലാത്ത എങ്ങനെയുടെ സഭയെ നോക്കുന്നത്? ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഒത്തിരി പേർക്ക് സഭ നേരെ നടത്താൻ കഴിയാത്തതിന് എന്താണെന്നറിയാം സംഭവം? സ്വന്തം കുടുംബത്തെ നേരെ നോക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ആ അബദ്ധം ആർക്കും പറ്റരുത്. ഓക്കെ, സ്വന്തം കുടുംബത്തെ നേരെ നോക്കണം. എവിടെയെങ്കിലും നമുക്ക് സ്വന്തം കുടുംബത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് മടങ്ങി വരാം. നമുക്ക് മടങ്ങി വരാം. ഞാനൊരു കാര്യം പറയട്ടെ, കുടുംബത്തിനകത്ത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ശുശ്രൂഷ അത് എത്രയും ഭംഗിയായി ചെയ്യുന്നുവോ അത്രത്തോളം പുറത്തെ നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ പുൽപ്പിറ്റിലെ ശുശ്രൂഷയ്ക്ക് ഉള്ളൊരു ട്രെയിനിങ് ഗ്രൗണ്ട് കുടുംബത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹൗ വെൽ യു മിനിസ്റ്റർ ഇൻ യുവർ ഫാമിലി equips you to do well out there in ministry. ഇത് ഓർത്തോണം. അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായി, ജീവിത പങ്കാളികളുമായി, അല്ലേ, ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയുമായി, കുഞ്ഞുങ്ങളോടും ചേർന്ന് സമയം ചെലവഴിക്കുക. അതിനൊരു കുറവും നമുക്ക് ആ കാര്യത്തിന് പാടില്ല. മൂന്നാമത്തെ ഉപദേശം ഞാൻ തരികയാണ്. എങ്ങനെ ശുശ്രൂഷിക്കരുതെന്ന് ഞാനീ പറഞ്ഞോണ്ടിരിക്കും, അല്ലേ? എങ്ങനെ ശുശ്രൂഷിക്കണം നല്ല പറഞ്ഞത്, എങ്ങനെ ശുശ്രൂഷിക്കരുതെന്നാണ്. കുടുംബത്തെ അവഗണിക്കരുതെന്നാണ് ഞാനിപ്പം പറഞ്ഞത്. അടുത്തത്, ഡു നോട്ട് ബി എ ലോണർ. മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഒറ്റയാനായിരിക്കരുത്. ഈ ഒറ്റയാൻ ഇറങ്ങിയാൽ വലിയ പ്രശ്നം അറിയാമല്ലോ. ആന ഒറ്റയാൻ ഇറങ്ങിയാൽ നാശം വിതച്ചിട്ടേ തിരിച്ച് കയറിപ്പോത്തുള്ളൂ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഈ സഭയിലുള്ള ഒറ്റയാന്മാരാണ്. ശരി, ഒറ്റയാൻ പട്ടാളമെന്ന് കേട്ടുണ്ടോ? അതെങ്ങനെ പട്ടാളമാവുന്നു ഒറ്റയാൻ? പക്ഷേ പലപ്പോഴും ഇന്ന് സഭയിലുള്ള ഈ ഒറ്റയാന്മാരാണ്, അല്ലേ? പക്ഷേ ദൈവസഭയിൽ ഒറ്റയാനെന്നൊരു പരിപാടിയില്ല. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഫ്രീലാൻസ് മിനിസ്റ്റർ. അങ്ങനത്തെ ഒരു ഫ്രീലാൻസറേയും ദൈവം അനുവദിച്ചിട്ടില്ല. സത്യം പറയട്ടെ, ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി എന്നുള്ള പദം തന്നെ തെറ്റാണ്, അല്ലേ? പണ്ട് ചർച്ചക്കോടിലെ കുക്ക് സാഹിബ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. എന്താണ്? സ്വതന്ത്ര ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ പുള്ളി തമാശ, സ്വതന്ത്ര ശുശ്രൂഷ. ഇന്ന് ഒരുപാട് ഈ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി എന്താ ചെയ്യുന്നത്? സ്വതന്ത്രങ്ങളിൽ മെനയുക, ആ തന്ത്രങ്ങൾ നടപ്പിലാക്കുക ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ഇല്ല. നല്ലോണം ഓർക്കുക. അത് ഒന്നാമത്തെ കാര്യം, അത് തെറ്റാണ്, അത് ശരിയുമല്ല, അത് നല്ലതുമല്ല. സഭ എന്ന് പറഞ്ഞാൽ ഒരു ശരീരമാണ്, അല്ലേ? ശരീരത്തിലെ അവയവങ്ങളോ അംഗങ്ങളോ ഉണ്ട്. അവയവങ്ങൾക്കെല്ലാം അതതിൻ്റെ ജോലി ഉണ്ട്. അപ്പം അതതിൻ്റെ ജോലി, അവയുടെ ജോലി അതത് ചെയ്താൽ ആ ശരീരം മൊത്തം എന്ത് ചെയ്യും? ജീവനോടെ വളരുകയും അത് അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ആ ഇൻഡിപെൻഡൻറ്റ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയിൽ തന്നെ ശരിയായ ഫലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സക്സസ്, ഒരു വിജയം കാണാത്തതിൻ്റെ കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്വതന്ത്ര മനോഭാവമാണ്. ആർക്കും കീഴ്പ്പെടത്തില്ല, ആർക്കും ഞാൻ അക്കൗണ്ടബിൾ ആവത്തില്ല, ആർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ആരും എൻ്റെ ജീവിതത്തിൽ കയറി ഒന്ന് സംസാരിക്കാൻ ആർക്കും ഞാൻ അവകാശം കൊടുത്തിട്ടില്ല. അതാ പ്രശ്നം, അല്ലേ? അവിടെ എന്ത് പറ്റുന്നു? ഒരു തെറ്റ് ചെയ്താൽ ആരും തെറ്റാണെന്നൊന്ന് ചൂണ്ടിക്കാണിച്ച് പറയത്തില്ല. കാര്യം ഇയാൾ ആർക്കും കീഴ്പ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ കീഴ്പ്പെടുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് പല ദിവസവും ചോദിക്കണം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ്, എൻ്റെ ശുശ്രൂഷയില്ല, ഞാൻ എൻ്റെ ടി വിയിലാണെങ്കിലും എൻ്റെ ചർച്ചിലാണെങ്കിലും എൻ്റെ പബ്ലിക് എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ പാസ്റ്ററെ എന്നെ ഒന്ന് തിരുത്തണേ. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം ഒത്തിരി പ്രതീക്ഷയുണ്ട് അങ്ങനെയുള്ളവരിൽ. കാര്യം അവർക്ക് തിരുത്താൻ തയ്യാറാണ്. തെറ്റ് വരാമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ആർക്കും ആരും തിരുത്താൻ പറ്റത്തില്ല. കാരണം ആർക്കും ആരും കീഴ്പ്പെടത്തില്ലായിരുന്നു. എന്തു പറഞ്ഞാലും ഒരു സ്വതന്ത്ര ഒരു മനോഭാവമാണ്, ചിന്താഗതിയായിരുന്നു. ഇന്നത് മാറി. അതുകൊണ്ട് ദൈവസഭയിൽ ഇങ്ങനെയുള്ള സ്വതന്ത്ര ചിന്താഗതി ഒരുപാട് വേണ്ട.
ഒരു കാര്യം അറിയാമോ, ഈ ബൈബിളിൽ സ്വതന്ത്രന്മാരായിട്ട് കിടന്ന ചിലരുണ്ട്. അത്യാവശ്യം ഇല്ല ഞാൻ പറയുന്നില്ല. ഏലിയ ഒരു സ്വതന്ത്രനായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലേ? അതുകൊണ്ടാണ് താൻ ചോദിക്കുക എന്ന് പറഞ്ഞത്, ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവം എന്തോ പറഞ്ഞേ, ചുമ്മാ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടിയുള്ള, ചുമ്മാ ഇരിടേ. അതിന് ദൈവം എന്തോ പറഞ്ഞേ, ഇടേ ഈ എന്തോന്നിന് മുട്ടുമടക്കാത്ത എത്ര എണ്ണം ഉണ്ട്? 7000 എണ്ണം ഇട്ടാവട്ടം സ്ഥലത്തുണ്ടായിട്ട് ഈ മനുഷ്യൻ അറിഞ്ഞില്ല. അപ്പം ഇങ്ങേരുടെ സ്വതന്ത്രം കണ്ടോ, അല്ലേ? ഈ 7000-ൽ ആരും ഉണ്ടായിരുന്നു? എലീശയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ അറിയാതെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമെന്നൊരു ചിന്താഗതി നമുക്ക് വരാം. തെറ്റാ. ദൈവസഭയിൽ അങ്ങനെയല്ല. 7000 പേരുള്ളപ്പം പാവ ഏലിയാവ് അറിഞ്ഞു പോലുമില്ല എന്ന് പറയുന്ന പോലെ നമ്മളെ സഭയിൽ ഞാൻ മാത്രമെന്ന് ഒരിക്കലും പറയരുത്. അല്ല. ഇനി ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഈ സഭയിലുള്ള എല്ലാവരുമായിട്ടും ചില വ്യത്യാസങ്ങളുണ്ടാവുമോ? വിൽ ദേ ബി ഡിഫറൻസസ്? യെസ്, ദേ വിൽ ബി ഡിഫറൻസസ്. വ്യത്യാസങ്ങളുണ്ട്, അതിനൊരു സംശയം വേണ്ട. പക്ഷെ ആ വ്യത്യാസങ്ങൾ നല്ലോണം ഓർക്കണം. ആ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും കൊണ്ട് നമ്മൾ പഠിക്കണം. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഞാനെപ്പോഴും പറയാം, അരവും ചേരുമ്പോഴാണ് കിന്നരമാകുന്നത്, അല്ലേ? നമുക്ക് ഈ അരമായിട്ടിരുന്ന എന്ത് പറ്റും? ഒരിക്കലും അതിന് മൂർച്ച വരത്തില്ല. അതങ്ങോട്ട് വെച്ച് രാവുമ്പോഴാണ് എന്ത് പറ്റുന്നത്? രണ്ടുപേർക്കും മൂർച്ച വരുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മൾ അങ്ങനെയാണ് സഭയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെയും ഐക്യത്തിന് തടസ്സമായിരിക്കരുത്. ഈ യൂണിറ്റി നമ്മൾ പറയുമ്പം അതിൻ്റെ അടുത്ത് യൂണിഫോമിറ്റി എന്നല്ല, അതിന് മലയാളത്തിൽ ശരിക്കുള്ള വാക്ക് കിട്ടുന്നില്ല. ഐക്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം, ഒരുപോലെ പാടണം, ഒരുപോലെ പ്രസംഗിക്കണം, ഒരുപോലെ പ്രവർത്തിക്കണം, അങ്ങനല്ല. അത് യൂണിഫോമിറ്റി. ഇപ്പോൾ സ്കൂളിലൊക്കെ യൂണിഫോം ഉണ്ടല്ലേ? സെൻറ്റ് ജോസഫ് സ്കൂളിലെ പിള്ളേരെ കണ്ടാൽ അറിയാം അവരുടെ യൂണിഫോം, സെൻറ്റ് മേരി സ്കൂളിലെ പിള്ളേരെ കണ്ടാൽ അവരുടെ യൂണിഫോം ഉണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവരും യൂണിഫോം തച്ചിട്ട് അങ്ങനല്ല ദൈവം വെച്ചിരിക്കുന്നത്. എല്ലാവരും വ്യത്യസ്തരാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒത്തിരി റബ്ബർ തോട്ടമുണ്ട്. റബ്ബർ തോട്ടം കണ്ടാണല്ലോ, ഈ റബ്ബർ തോട്ടം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അതിന് കിട്ടുന്ന പാല് കൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ കാഴ്ചയ്ക്ക് റബ്ബർ തോട്ടം വലിയ ഭംഗിയല്ല. പക്ഷേ അതേ സമയത്ത് ആ വയനാട്ടിലോ അല്ലെ ആ സൈലൻറ്റ് വാലിയിലോ എങ്ങാണ് പോയിരുന്നൊരു വനം നോക്കിക്കേ, അതാ ശരിക്കുള്ള ബ്യൂട്ടി. ശരിയാണോ? വനത്തിലെന്തുവാ? എല്ലാം ഒരുപോലെ നിൽക്കുവാന്നോ? അല്ല, പല മരങ്ങളും പലതരത്തിലാണ്. വലുതുണ്ട്, ചെറുതുണ്ട്, വളഞ്ഞിരിക്കുന്നുണ്ട്, താഴോട്ടുള്ള പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പലതരത്തിലാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഇടതോർന്ന് നിൽക്കുന്നതാണൊരു ഭംഗി. ശരിയാണോ? നിങ്ങൾക്ക് റബ്ബർ തോട്ടമാണോ ഇഷ്ടം, വനമാണോ ഇഷ്ടം? വനം. കാശ് റബ്ബറിൽ നിന്നാണ് കിട്ടുന്നതെങ്കിലും വനമാണ് നമുക്ക് കാണാൻ ഇഷ്ടം, അല്ലേ? അപ്പം ആ വനത്തിൻ്റെ വ്യത്യാസം എന്തുവാ? വെറൈറ്റി, അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെറൈറ്റി ഈസ് ബ്യൂട്ടി. ശരിയല്ലേ? റബ്ബർ തോട്ടം വലിയ ബ്യൂട്ടി ഒന്നുമില്ല, ഉള്ള പറഞ്ഞാൽ എല്ലാം ഒരുപോലെ, എത്ര ഏക്കർ ചെന്നാലും ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഒരു ഇച്ചിരി വനമാണേലും ഒരു ഭംഗിയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവസഭ ഇതുപോലെ പലതരത്തിലുള്ളവരാ. അവരെല്ലാം കൂടെ വെറൈറ്റി വരുമ്പോഴാണ് ആ ഭംഗി വരുന്നത്. എത്ര പേര് ആമേൻ പറയും? ഇതൊരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം ആ ഒരു ഡൈവേഴ്സിറ്റി, ആ വെറൈറ്റി അവിടെ നമ്മൾ ഓർത്തോണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ അന്യോന്യം പഠിക്കാനും കൂടെ തയ്യാറായിരിക്കണം, അല്ലേ? ഞാൻ എപ്പോഴും എനിക്ക് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ട് നടക്കാനല്ല ദൈവം എന്നെ വെച്ചിരിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുവാനും കൂടിയാണ് ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു സഭയ്ക്കകത്ത് നമ്മളെ ശുശ്രൂഷയിൽ തന്നെ ആക്കുമ്പോൾ അന്യോന്യം നമുക്ക് പഠിക്കുവാൻ ചിലതുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ അന്യോന്യം അക്കൗണ്ടബിൾ ആയിരിക്കാനും പഠിക്കണം. ഞാൻ വീണ്ടും ആ പദം ദൈവം അനുവദിച്ചാൽ എനിക്ക് തോന്നുന്നു പാസ്റ്റർ കബോധൊക്കെ അത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. പാസ്റ്റർ തോമസ് പി തോമസൊക്കെ അക്കൗണ്ടബിലിറ്റിയൊക്കെ വളരെ സ്പിരിച്വൽ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങളെ ഇല്ലെങ്കിൽ പിന്നെ ദിവസം ഒന്ന് പഠിപ്പിക്കാം. അത് വളരെ പ്രധാനമാണ്. സഭയിൽ നിങ്ങളായിരിക്കുമ്പോൾ ഞാൻ ആർക്കും കണക്ക് കൊടുക്കത്തില്ല, ഞാൻ ആരുമായിട്ടും കീഴ്പ്പെട്ടിരിക്കത്തില്ല, എന്നോട് ആരും ചോദിക്കരുത്, ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് പറ്റത്തില്ല. യു നീഡ് ടു കീപ്പ് അക്കൗണ്ടബിൾ, അല്ലേ? യു നീഡ് ടു ഹാവ് അക്കൗണ്ടബിലിറ്റി വിത്ത് വൺ അനദർ. നിങ്ങൾ ആരോടെങ്കിലും അത് നിങ്ങളൊന്ന് ഹൃദയം തുറന്നേ പറ്റൂ. ആ കാര്യത്തിൽ അതിനൊരു ഇതുമില്ല. അപ്പം 3 കാര്യം ഞാൻ പറഞ്ഞു. 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഡു നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് അതർ മിനിസ്ട്രീസ് അല്ലെങ്കിൽ അതർ മിനിസ്റ്റേഴ്സ്. മറ്റ് ശുശ്രൂഷകരെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുകരിക്കരുത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ എൻ്റെ അർത്ഥം? വ്യാജന, ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഇന്ന് സത്യം പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ കുഴപ്പമില്ല. ഈ തമിഴ്നാട്ടിലൊരു പ്രശ്നമുണ്ട്. ഒരു ദേവദാസൻ എഴുന്നേറ്റ് ഒരു മിനിസ്ട്രി തുടങ്ങി ഒരു ശൈലി അങ്ങോട്ട് തടന്നാൽ ആ പിന്നെ വരുന്നവരെല്ലാം പണ്ട് പാവം DGS ദിനകരൻ, ബ്രദർ ദീനേശ് ദിനകരൻ ജീസസ് കോൾസ് എന്നൊരു മിനിസ്ട്രി തുടങ്ങി. ഉടനെ അടുത്ത ആൾ വന്ന് ജീസസ്
റിഡീംസ്, അടുത്തത് ജീസസ് ഹീൽസ്, അടുത്തത് ജീസസ്. ഇതെല്ലാം കൂടെ പറഞ്ഞ് എല്ലാവരും ജീസസ് കൊണ്ടൊരു മിനിസ്ട്രി അങ്ങ് തുടങ്ങും. അവസാനം ഇതെല്ലാം കേട്ടിട്ട് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, ഇതെല്ലാം കണ്ടിട്ട് മേളിയിരുന്നുകൊണ്ട് ജീസസ് വീപ്സ്. ഇതെല്ലാം കണ്ടിട്ട് യേശു എന്തോ ചെയ്യുക? കണ്ണീര് വാർക്കുക. ഇമാർക്കൊക്കെ എന്തോത്തിൻ്റെ കുഴപ്പമാണോ? ഈ പലപ്പോഴും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്കെല്ലാം ഇങ്ങനത്തെ ചില പേരിലിടാൻ വലിയ ഇഷ്ടമാണ്. ഉദാഹരണത്തിന് ജഹോവ റാഫ, ജഹോവ ഷാലോ, ജഹോവ ഷമ്മ, ജഹോവ, ഇതൊക്കെ നമ്മളതെല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലേ, ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാമോ, എസേക്കിയേൽ ഒരു വാക്യമുണ്ട്, ജഹോവ മഖെ, മഖെ MAKKEH. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? ദ ലോർഡ് ഹൂ സ്ട്രൈക്സ്, ദണ്ഡിപ്പിക്കുന്ന യഹോവ. ഇന്ന് വരെ അതിട്ടൊരു പേരിട്ടിട്ടില്ല എല്ലാവരും. അതും ബൈബിളിലുള്ളത് തന്നെ. ആ റെഫറൻസ് ഞാൻ മറന്നുപോയി. ജഹോവ മഖെ അല്ലേ, ഇന്ന് വരെ അങ്ങനെ ആരും ഒരു മിനിസ്ട്രിക്ക് പേരിട്ടിട്ടില്ല അല്ലേ. ജീസസ് വീപ്സ് എന്ന് ഇന്ന് വരെ ഒരു പേര്. യേശു കണ്ണീര് വാർത്തില്ലയോ? എനിക്ക് അങ്ങനെ ഒരു പേരിടത്തുണ്ട്, യേശു കണ്ണീർ വാർത്തു. യേശു കണ്ണീർ വാർക്കുന്ന ശുശ്രൂഷ. യേശു വിളിക്കുന്ന ശുശ്രൂഷ മാത്രം എല്ലാവർക്കും വേണം, യേശു പിടിപ്പിക്കുന്ന ശുശ്രൂഷ വേണം, യേശു സൗഖ്യമാക്കുന്നു വേണം അല്ലേ. പക്ഷെ അതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ ഏത് കോൺടാക്സ്റ്റ് ആയത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ചർച്ചിൻ്റെ പേര് തന്നെ ജീസസ് ഇസ് അലൈവ്, യേശു ജീവിക്കുന്നു, നല്ലത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരാളൊരു പേരിടുമ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യും? ഉടനെ അതങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പുറത്തൊരു ബോർഡ് വയ്ക്കാം, ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. അപ്പോഴൊക്കെ വേറെ തന്നെ അപ്പുറത്തൊരു ബോർഡ് വെച്ചു, ക്രൈസ്റ്റ് ജീസസ് ഈസ് അലൈവ്. അപ്പോൾ പൊലവണ്ണ അപ്പുറത്ത് വേർത്തം വെച്ച് ജഷുവ ഈസ് അലൈവ്. അതും ശരിയാ. ഫ്രാൻസിൽ ഒരു തയ്യക്കാരൻ ഒരിക്കൽ ബോർഡ് വെച്ചു, ദ ബെസ്റ്റ് ടൈലർ ഇൻ പാരീസ്. പാരീസിലെ ഏറ്റവും നല്ല തയ്യക്കാരൻ. ഉടനെ അവൻ്റെ ഓപ്പോസിറ്റ് ഉള്ള തയ്യക്കാരനായിരുന്നു. അവൻ അടുത്ത ദിവസം കട തുറക്കാൻ വന്നപ്പോൾ ഒരു പുതിയ ബോർഡ് അപ്പുറത്ത് അവൻ വെച്ചു, എന്തോ പാരീസിലെ ഏറ്റവും നല്ല തയ്യക്കാരൻ. ആഹാ, അവനുടനെ അവൻ്റെ ബോർഡ് എഴുതി വെച്ചു, ദ ബെസ്റ്റ് ടൈലർ ഇൻ പാരീസ്, അല്ല ഫ്രാൻസ്, ഫ്രാൻസിലെ ഏറ്റവും നല്ല തയ്യക്കാരൻ. ഉടനെ 3 തയ്യക്കാരൻ അതേ തെരുവിലുണ്ടായിരുന്നു. അമ്മ നോക്കി, ആഹാ, ഒരുത്തൻ പാരീസിലെ നല്ല തയ്യക്കാരൻ, ഒരുത്തൻ ഫ്രാൻസിലെ മൊത്തത്തിൽ തയ്യക്കാരൻ. അവനെന്ത് ചെയ്തു? അവനും എഴുതി, ദ ബെസ്റ്റ് ടൈലർ ഇൻ ദിസ് വേൾഡ്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല തയ്യക്കാരൻ. ആ, ഇനി അതിനപ്പുറം ഇല്ലല്ലോ. കട്ടക്കാലത്തിന് അവിടെ 4ാമതൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു തയ്യക്കാരൻ. ഇതെല്ലാം കഴിയുമ്പോഴേ അവൻ വരുന്നത്. അവൻ നോക്കിയപ്പോട്ടാ, ഒരുത്തൻ പാരീസ് മൊത്തം എടുത്തു, ഒരുത്തൻ ഫ്രാൻസ് മൊത്തം എടുത്തു, ഒരുത്തൻ ലോകം മൊത്തം എടുത്തു. അവരുന്ന് ആലോചിച്ച്, ഇനിയിപ്പോൾ ഞാനെന്തോ എടുക്കും. അവന് പെട്ടെന്നൊരു ബുദ്ധി കിട്ടി. അവൻ എഴുതി, ദ ബെസ്റ്റ് ടൈലർ ഇൻ ദിസ് സ്ട്രീറ്റ്, ഈ തെരുവിലെ ഏറ്റവും നല്ല ഞാനാ എന്ന് പറയുന്ന പോലെ ഉള്ളൂ നമ്മുടെ ഈ കോമ്പറ്റീഷൻ. ഇന്നത്തെ സത്യം വരട്ടെ, പണ്ട് ഒരു ദിനകരൻ ഇങ്ങനെ കൈപൂക്കി ഇങ്ങനെ പാടുമായിരുന്നു. ആ കാലത്ത് തമിഴ്നാട്ടിലെ എല്ലാ പ്രസംഗരും ഇങ്ങനെ കൈപൂക്കിയ ഒരു പാട്ട് പാടത്തുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ചുമ്മാ അല്ല മിമിക്രിക്കാരും നമ്മളെ കളിയാക്കുന്നത് അല്ലേ. കോമഡി സ്ട്രീറ്റുകാരനും പാരഡി സ്ട്രീറ്റുകാരനും ഒക്കെ ഇപ്പം നമ്മളെ കളിയാക്കുക. കാര്യം ഒരുപാട് അനുകരണങ്ങൾ അല്ലേ. പണ്ട് കത്തോലിക്ക അച്ഛന്മാർ കുഞ്ഞാടുകളെ എന്നൊക്കെ പറയുന്നൊരു ശൈലിയുണ്ട്, ശരിയല്ലേ? അതൊരു ശൈലി അങ്ങനെ ആയിപ്പോയി. പാലാലെ ഏതോ ഒരു അച്ഛൻ പണ്ട് അങ്ങനെ പറഞ്ഞു, പിന്നെ വന്ന അച്ഛന്മാരെല്ലാം അങ്ങനെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെല്ലാം ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ എന്നൊരു ശൈലി ആയി. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല. നമുക്കറിയാം എത്രയോ അച്ഛന്മാർ മര്യാദ സംസാരിക്കുന്നവരുണ്ട്. ഇതുപോലെ ഒരു പാസ്റ്റർ ഒരു ശൈലി സംസാരിച്ചു, ഉടനെ അടുത്ത പാസ്റ്റർ എന്ത് ചെയ്തു? അത് തന്നെ അത്രയും നേരം മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് മൈക്ക് അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കും ആളങ്ങ് മാറുക, ശരിയല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചുമ്മാ സംസാരിച്ചിട്ടുണ്ടപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ മുന്നോട്ട് സ്റ്റേജിലോട്ട് വിളിച്ച് മൈക്ക് കയ്യിലോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ശബ്ദം അങ്ങ് മാറി, ടോൺ മാറി, ഇത് മാറി, എല്ലാം കൂടെ മാറി, മോഹം തന്നെ അങ്ങ് മാറി, ഒരു പീപ്പിൾസ് രൂപമായി. എന്തോ ഇങ്ങനെ പറ്റുന്നതെന്ന് പിടികിട്ടുന്നില്ല. പ്രാർത്ഥന കഴിച്ചപ്പോൾ പഴയ പോലെ പോയി അവിടെ ഇരിക്കുകയും ചെയ്തു. പിന്നെ സംസാരിച്ചപ്പോൾ പഴയ പോലെ സംസാരിക്കുന്നു. പലപ്പോഴും ഇതെന്താണെന്നറിയാം, വാട്ട് വാസ് റോങ്? നിങ്ങൾ ചിന്തിച്ചേ, എന്തുവായിരുന്നു അവിടെ പ്രശ്നം? മൈക്ക് കിട്ടി പ്രാർത്ഥിക്കുമ്പം ആരോ അനുകരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാവൂ, എങ്കിലേ പ്രാർത്ഥനയാവൂ എന്ന് അവരങ്ങ് ധരിച്ചു വെച്ചു, ശരിയല്ലേ? ഈ മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. പണ്ടെനിക്ക് ഒരു ഹാസ്യ നിഘണ്ടുവിൽ മനോരമയിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതിയതാണ്. എന്തോന്നറിയാം? പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം എഴുതിയതാ, പെന്തക്കോസ്തുകാർ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൈക്ക് എടുത്താൽ പലരും എടുത്തിട്ട്
ഹലോ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയേണ്ട പദമല്ല, അതല്ലാതെ പറയേണ്ടതാണ്, ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്, അല്ലേ? മൈക്ക് ടെസ്റ്റ് ചെയ്യണേ, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 1 2 3 മൈക്ക് ടെസ്റ്റിംഗ്, അങ്ങനെ പറയേണ്ടത്, ശരിയാണോ? പക്ഷേ പലരും നമ്മൾ മാത്രം മൈക്ക് എടുക്കുമ്പോൾ മാത്രം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ മൈക്ക് ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയോ അങ്ങനെ തന്നെ ആയിരിക്കണം മൈക്ക് കുടിക്കുമ്പോഴും സംസാരിക്കണം. എത്ര രാമൻ പറയും? എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെങ്കിലും മൈക്ക് കിട്ടുമ്പം നിങ്ങൾ ഇപ്പം സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണം. അല്ലാതെ മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ കാറ്റടിച്ച് പെരുക്കുന്ന പോലെ ഇങ്ങനെ എന്ന് വെച്ച് വേറൊരു ശബ്ദവും വേറൊരു ശൈലിയും, കൊട്ടാരക്കരയുടെ പ്രദേശത്ത്, കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ മതി, മനുഷ്യനറിയാം. കൊട്ടാരക്കരയുടെ പ്രദേശത്ത് ആത്മീയ ഗോളത്തിൽ, എന്തോ ഗോളമെന്നൊന്നും പറയണ്ട, ഈ ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, എന്നേക്കാൾ പച്ച മനുഷ്യരെ അവിടെ ഇരിക്കുന്നത്. ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യം പറയുന്നത്. ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞ കോമഡിക്കാരെ നമ്മളെ കളിയാക്കുക. ഇപ്പം ഞാൻ നേരം എടുത്ത് ഇത്രയും നേരം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായേ? അത് മതി, അതെൻ്റെ വ്യത്യാസം, അല്ലേ? അത്രയുള്ള എൻ്റെ കാര്യം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നാളെ ശുശ്രൂഷിക്കുമ്പോഴും ആരെയും അനുകരിക്കരുതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഡോണ്ട് ഇമിറ്റേറ്റ് അതർ പ്രീച്ചേഴ്സ്, അല്ലേ? ലൂക്കോസ് 4:43. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, യേശു ഒരിടത്തൊരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇച്ചിരി മിടുക്കനായപ്പോഴത്തേക്കും ശിഷ്യന്മാർക്കൊരു തോന്നൽ, നാട്ടുകാരെല്ലാം വന്നു പറയും, ഇനി ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, ഇവിടെ ഇരിക്കാം, കാര്യം ഇപ്പം നല്ല ആളാണ് ഇവിടെ, നോക്കിയേ, യോ ഇന്നലൊക്കെ എന്തോ ഒരു ആളായിരുന്നു. അപ്പോൾ യേശു എന്തോ പറഞ്ഞത്? മതി മതി മതി, ഞാൻ വന്നതേ ഇവിടെ ഒരിടത്ത് മാത്രം സൂക്ഷിക്കാനല്ല, എനിക്ക് ഇനിയും ഒത്തിരി സ്ഥലങ്ങളുണ്ട്, എനിക്ക് പോകണം, ഇവിടെ നിങ്ങളൊക്കെ നോക്കിയോ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോയി. ആരോ പറഞ്ഞു, വി പ്രീച്ച് ടു ദ പ്രീച്ച്ഡ്, നമ്മൾ പ്രസംഗിച്ചവരോട് പിന്നെയും പ്രസംഗിക്കുന്നു. വി കംഫർട്ട് ദ കംഫർട്ടഡ്, നമ്മളെ ആശ്വസിപ്പിച്ചവരെ പിന്നെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ബാപ്റ്റൈസ് ദി ബാപ്റ്റൈസ്ഡ്, സ്നാനപ്പെടുത്തിയവരെ പിന്നെയും പിന്നെയും സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് വി നിഗ്ലക്റ്റ് ദ നിഗ്ലക്റ്റഡ്, അവഗണിക്കപ്പെട്ടവരെ നമ്മളിന്നും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പ്രസംഗം കേട്ടത് തന്നെ പിന്നെയും പിന്നെയും കേൾക്കുന്നത്, അല്ലേ? ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ പിന്നെയും പിന്നെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തോട്ട് പോയാൽ പ്രസംഗം ഒരു വട്ടം പോലും കേട്ടില്ലാത്തവരുണ്ട്, അവരെ കേൾപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ശരിയല്ലേ? ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ തീർച്ചയായിട്ടും ഞാൻ എന്തായി പറഞ്ഞു വരുന്നത്, നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ വീണ്ടും അപ്പുറവും ഉണ്ട്. യോഹന്നാൻ 10:1 എന്തുവാ യേശു പറഞ്ഞ? 10 യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. പൗലോസ് ഒരിക്കൽ എന്താ പറഞ്ഞത്? യേശുവിനെ പ്രസംഗിച്ചിട്ടില്ലാത്തടത്ത് എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. കേട്ടോ, ആ പദങ്ങൾ ശ്രദ്ധിച്ചോ. യേശു പറഞ്ഞെന്താ? എനിക്കിവിടെ മാത്രമല്ല എല്ലായിടവും പോകണം, അല്ലേ? യേശു പിന്നെ എന്താ പറഞ്ഞു? എനിക്ക് ഈ ആടുകൾ മാത്രമല്ല വേറെ ആടുകൾ ഉണ്ട്. പൗലോസ് പറയാ, യേശുവിനെ പ്രസംഗിച്ചിട്ടില്ലാത്തടത്ത് പോയി എനിക്കിനെ പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ പ്രസംഗിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഇനി ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രസംഗിച്ചവരോട് തന്നെ പിന്നെയും 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 പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അത് വേണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാനെനിക്ക് തമിഴ്നാട്ടിലൊരു സ്റ്റൈലാണ്, ഞാൻ പലപ്പോഴും അതാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു പാസ്റ്റർ ആണെങ്കിൽ, പണ്ടത്തെ ഒരു 20-30 വർഷം മുമ്പാണെങ്കിൽ, ഒരു പാസ്റ്റർ ഒരു ചർച്ച് ഉണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു അനാശാലയം കാണണം. അനാശാലയം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടുത്തൊരു ബൈബിൾ കോളേജും കാണണം. ഇനി ഒരിക്കൽ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഒരു പാസ്റ്റർ പറയായിരുന്നു, എന്നെ ചൊല്ലിക്കായി പാസ്റ്ററാണോ ഒരു സ്കോർപ്പിയോ അത് വേണോ, അതായത് സ്കോർപ്പിയോ എന്ന് പറഞ്ഞൊരു വണ്ടി, ഒരു പാസ്റ്റർ ആണെങ്കിൽ സ്കോർപ്പിയോ വേണമെന്നാണ് തമിഴ്നാട്ടിലെ രീതി. അപ്പം എല്ലാം ഡ്യൂപ്ലിക്കേറ്റിങ്. അടുത്തത്, ഒരു പാസ്റ്റർ ആണെങ്കിൽ ഒരു മാഗസിൻ വേണം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ ബ്ലെസ്സിങ് TV ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു പാസ്റ്റർ ആണെങ്കിൽ TV മിനിസ്ട്രി വേണം. ദൈവം കേരളത്തിൽ ഈ സംസ്കാരം ഒത്തിരി വന്നിട്ടില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ വളരെ മോശമായത്. കാര്യം ഒരു പാസ്റ്റർ എന്ത് ചെയ്യുന്നോ അത് തന്നെ അടുത്ത പാസ്റ്റർ ചെയ്യും. ഒരു പാസ്റ്റർ അനാശാല തുടങ്ങിയാൽ, അയ്യോ നമുക്കില്ലല്ലോ അനാശാല, നോക്കും വേണം, 4 അനാഥ പിള്ളേരെ എവിടെ നിന്നും പിടിച്ചോണ്ട് പോവാ, കൂട്ടത്തിൽ എൻ്റെ 2 പിള്ളേരെ അതിനകത്ത് വിട്ടോ എന്നും പറഞ്ഞ് അനാശാല തുടങ്ങി. അടുത്തത് ബൈബിൾ കോളേജ്, പഠിക്കാൻ പിള്ളേരില്ലേലും ബൈബിൾ കോളേജ്. അടുത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിലൊന്നും പെടാത്ത എത്രയോ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് വേറെ ദൈവം തരാം. എയ്ഡ്സ് പേഷ്യൻസിന് വേണ്ടി നിങ്ങൾക്കൊരു സെൻറ്റർ തുടങ്ങാൻ പറ്റുമോ? ഇതുവഴി പോകുന്ന അന്തർ സംസ്ഥാന ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഒരു താവളം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കാര്യം ചെയ്യും, അല്ലേ?
ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വേറെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹിന്ദിക്കാരുണ്ട്, നിങ്ങൾ ഹിന്ദി തൊഴിലാളികളോ അന്യസംസ്ഥാന തൊഴിലാളികളോ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാട്, അവർക്ക് വേണ്ടി നിങ്ങൾ ഹിന്ദി സർവീസ് തുടങ്ങിക്കുക. എത്ര നല്ല കാര്യമാണ് അല്ലേ? ഈ കേട്ടവർ തന്നെ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കാതെ കേട്ടില്ലാത്ത ബീഹാറിയും ബംഗാളിയും ആസാമിയും ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റും കിടപ്പുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് വൈകിട്ട് ഭക്ഷണം കൊടുത്ത്, അവർക്ക് ഞങ്ങൾ ബുധനാഴ്ച വൈകിട്ട് ചർച്ച അവരെ വിളിച്ച് ഭക്ഷണം കൊടുത്തൊരു ഒരു സെല്ലുണ്ട്. പിന്നെ ഞായറാഴ്ച അവർക്ക് ഒരു സർവീസും ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, മുസ്ലിമുകൾ 9 ബീഹാറി മുസ്ലിം പയ്യന്മാർ ഇപ്പോൾ ആരാനിക്ക് വരുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ എല്ലാം കൂടെ 9 മുസ്ലിം ഇല്ല, പക്ഷേ ബീഹാറിൽ 9 മുസ്ലിംസ് ഉണ്ട്. കാര്യം അവർ നോക്കിയിരിക്കുക ആരെങ്കിലും ഒന്ന് നമ്മളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞത് മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ എന്താ നമുക്ക് ചെയ്താൽ, എന്തിനായി ഒരുത്തം ചെയ്തത് പിന്നെയും പിന്നെയും ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു ചിന്ത ഒന്ന് ഉദ്ദീപിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് 5-ാമത്തെ കാര്യം, ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കണം. ഡു നോട്ട് സീക്ക് പോപ്പുലാരിറ്റി. എന്താണ്? പ്രശസ്തി അന്വേഷിക്കരുത്. നല്ലവണ്ണം ഓർക്കണം. ശുശ്രൂഷയിൽ എന്തന്വേഷിക്കരുത്? പ്രശസ്തി അന്വേഷിക്കരുത്. പ്രശസ്തനാവുവാൻ അന്വേഷിക്കരുത്. യോഹന്നാൻ 5:44 വായിച്ചേ. യോഹന്നാൻ 5:44. അവനെ നിങ്ങൾ കൈക്കൊള്ളും, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നതിനുണ്ട്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ ഡോണ്ട് സീക്ക് പോപ്പുലാരിറ്റി ഫ്രം മെൻ. ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രശംസ വരേണ്ടത്, മനുഷ്യരിൽ നിന്ന് പ്രശംസ പ്രതീക്ഷിക്കരുത് എന്നാണ് ശരിക്കും പറയാൻ ഇംഗ്ലീഷ് വേർഷൻ കിടക്കുന്നത് അല്ലേ? പലപ്പോഴും നമുക്ക് ഈ പോപ്പുലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കാൻ കാര്യം എന്താണെന്നറിയാം? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? ബേസിക്കലി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആസ് പ്രീച്ചേഴ്സ്, ആസ് പാസ്റ്റേഴ്സ് അല്ലേ, ശുശ്രൂഷയിലായിരിക്കും നമ്മൾ ഈ പ്രശസ്തി വേണം, മനുഷ്യർ എന്നെ എപ്പോഴും ഇങ്ങനെ പ്രശസ്തനെന്ന് എണ്ണണം, അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നതിന് കാരണം എന്താണെന്നറിയാം? അവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റിയാണ്. എന്താണ്? അവർക്കൊരു സുരക്ഷാബോധം ഇല്ല അല്ലേ? ഒരു അരക്ഷിതാവസ്ഥ അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ചിന്ത. അവിടെ എന്ത് പറ്റുമെന്ന് അറിയാം? അവർ ഈ മനുഷ്യരുടെ പുറകെ നടന്ന് എന്ത് ചെയ്യും? ആ പോപ്പുലാരിറ്റി അവർ പിടിച്ചു വാങ്ങും. അത് ചെയ്യരുതെന്നാണ് അവിടെ യേശു അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ ഒരിക്കലും മറ്റൊരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ മോട്ടിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ ബൈക്ക് ചിലപ്പോൾ മോട്ടിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ വേറെ എന്ത് വേണേലും മനുഷ്യർക്ക് മോട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ശുശ്രൂഷ മോഷ്ടിക്കാൻ പറ്റുമോ? പറഞ്ഞേ. നിങ്ങൾക്കൊരു വരം തന്നിട്ടുണ്ട് ദൈവം, ആ വരം അടുത്തിരിക്കുന്ന ആൾക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ദൈവം തന്നൊരു വരവും ഒരു ശുശ്രൂഷയാണ് അല്ലേ? ദൈവം നിങ്ങളെ വിളിച്ച വിളി വളരെ എക്സ്ക്ലൂസീവാണ്. പക്ഷെ അതിനെ വേറൊരാൾക്ക് മോട്ടിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? പിന്നെ ഞാൻ പറയട്ടെ, ഒത്തിരി ശുശ്രൂഷ, പ്രത്യേക യുവ ശുശ്രൂഷന്മാരുടെ പ്രശ്നം ഇതാ. ഞാനൊരിടത്ത് കയറി നന്നായിട്ടൊന്ന് പ്രസംഗിച്ചു, കൊള്ളാം, എല്ലാവരുടെ കൈയടി മേടിച്ചു. അടുത്ത ഞായറാഴ്ച ഞാനില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. അപ്പം ഈ സഹോദരനെ വിളിച്ച് പ്രസംഗിപ്പിച്ചു, അവന് കുറച്ചുകൂടെ കൂടുതൽ കൈയടി കിട്ടി. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് എല്ലാവരും പറയുക, ഓ കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നു? യോ എന്നാ പ്രസംഗമായിരുന്നു, അയ്യോ ഭയങ്കരമായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ആൾ അതിൻ്റെ മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ച് എന്നെക്കാളും നന്നായിട്ട്. പിന്നെ എന്തുമായിരുന്നു, ജനം അങ്ങ് ഇളകിയില്ലേ? ഇയാളുടെ ഉള്ളിലൊരു ആകെ ഒരു പ്രശ്നമായി. ചേട്ടാ, അപ്പോൾ എൻ്റെ ശുശ്രൂഷ പോയി. കാരണം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ആൾ മിടുക്കനായി, എല്ലാവരും അയാളെ അപ്രീഷിയേറ്റ് ചെയ്തു. കണ്ടോ, ഇയാൾക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നിൻ്റെ ഉള്ളിലുള്ള അഭിഷേകത്തെ വേറൊരാൾക്ക് മോഷ്ടിക്കാൻ പറ്റുമോ? നീ അത് നഷ്ടപ്പെടുത്താത്തോളം കാലം വേറൊരാൾക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല അല്ലേ? അതുപോലെ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് തട്ടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനായി പേടിക്കുന്നത്? ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന എവിടാണെന്നറിയാമോ? പുറത്തല്ല, ഇവിടെ. സത്യം പറയുക, അനേക സഭകളിൽ ഞാൻ കാണുന്ന സത്യം. വർഷിപ്പ് ലീഡ് ചെയ്യാൻ കോമ്പറ്റീഷൻ, ഈ പറഞ്ഞ മൈക്ക് കിട്ടാൻ കോമ്പറ്റീഷൻ, ശുശ്രൂഷിക്കാൻ കോമ്പറ്റീഷൻ, പേര് കേൾക്കാൻ കോമ്പറ്റീഷൻ, ഒരുപാട് കോമ്പറ്റീഷൻ ഞാൻ കാണുന്നുണ്ട്. സത്യം പറയുക, ഇത് ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഡു നോട്ട് സീക്ക് പോപ്പുലാരിറ്റി. നിങ്ങൾ പ്രശസ്തി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടോ? ആ അഭിഷേകത്തിൽ നിങ്ങൾ നിലനിന്നാൽ മതി. വിശ്വസ്തരായി കീഴ്പ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. എത്രയോ ആമേൻ പറയും. അത് ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് ചെയ്യും അല്ലേ? ഓക്കെ. യേശുവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാർ തന്നെ വന്ന് പറഞ്ഞു, തൻ്റെ സഹോദരന്മാർ. യോഹന്നാൻ 7:3-4 അല്ലേ? അവിടെ നോക്കിയേ, യോഹന്നാൻ 7:3-4 ഒന്ന് വായിച്ചേ. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നതിനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ.
കണ്ടോ എങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നത്? പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും ആ രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. കണ്ടോ, ഇതാരാ കൊടുക്കുന്ന ഈ ഉപദേശം? യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, സഹോദരന്മാർ, സ്വന്തം സഹോദരന്മാർ പറയാ, എടാ അനിയ അതോ ചേട്ടാ അച്ചാച്ച, ഈ ചെയ്യുന്നൊക്കെ വലിയ കാര്യങ്ങളാ. ഇത് ഈ എന്തുവാ ഈ ഇട്ടാവട്ടം സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഇരുട്ടത്തല്ല ചെയ്യേണ്ടത്. അങ്ങോട്ട് യഹൂദിൽ അങ്ങോട്ട് പട്ടണത്തിലോട്ട് ചെന്ന് പരസ്യമായിട്ട് അങ്ങോട്ട്